സപ്തകകാരാഹ സംസ്കൃതത്തിലെ ചോദ്യവാചികളായിട്ടുള്ള 7 വാക്കുകളാണ് സപ്തകകാരങ്ങൾ. കിം, കുത്ര, കതി, കഥാ, കുതഃ, കഥം, കിമർത്ഥം എന്നിങ്ങനെയാണവ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സപ്തകകാരങ്ങളിലെ കിം, കുത്ര, കതി എന്നീ കകാരങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൽ കഥ എന്ന ചോദ്യവാചകത്തെ പരിചയപ്പെടാം. കഥ എപ്പോൾ. സമയം അല്ലെങ്കിൽ കാലം എന്നിവയെ ചോദിക്കുന്നതിനായി സപ്തകകാരങ്ങളിലെ കഥ എന്ന ചോദ്യവാചകം ഉപയോഗിക്കുന്നു. സമയം, മാസങ്ങൾ, ആഴ്ചകൾ, ദിവസങ്ങൾ തുടങ്ങിയ സമയവാചിയായ ചോദ്യങ്ങൾക്ക് കഥ ഉപയോഗിക്കുന്നു. നിങ്ങൾ ഏതു സമയത്ത് ഉണരുന്നു, ഏതു സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, ഏതു സമയത്ത് പഠിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും മാസങ്ങളെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ആഴ്ചകളെയും ദിവസങ്ങളെയും സൂചിപ്പിക്കുന്ന ചോദ്യങ്ങൾക്കും കഥ ഉപയോഗിക്കുന്നു. നമുക്ക് ഏതാനും ചില ഉദാഹരണങ്ങൾ നോക്കാം. ഭവാൻ കഥാ നിദ്രാം കരോതി അഥവാ ഭവതി കഥാ നിദ്രാം കരോതി. ഭവതഃ പരീക്ഷാ കഥാ അസ്തി. ഭവാൻ ഭോജനം കഥാ കരോതി. ഭവാൻ വിദ്യാലയം കഥാ ഗച്ഛതി. ഭവാൻ കഥാ ഉത്തിഷ്ഠതി. നിശ്ചിത സമയത്തെ കാണിക്കുന്ന ചില ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഇനി അടുത്ത ഉദാഹരണങ്ങളിലേക്ക് പോകാം. അന്താരാഷ്ട്രീയ യോഗാ ദിനം കഥാ ആചരതി. രാഷ്ട്രീയ പര്യാവരണ ദിനം കഥാ ആചരതി. ശിക്ഷക ദിനം കഥാ പാലയതി. സ്വതന്ത്രതാ ദിവസഃ കഥാ അസ്തി. നിശ്ചിത ദിവസങ്ങളെ കുറിക്കുന്ന ചില ഉദാഹരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതുപോലെ വർഷങ്ങൾ, മാസങ്ങൾ, ആഴ്ചകൾ തുടങ്ങിയ ഉദാഹരണങ്ങളും കാണാം. ഭവതഃ പരീക്ഷാ കഥാ സമാപ്ത. നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണ് കഴിഞ്ഞത്? ഈ ചോദ്യത്തിൽ നിന്ന് ഇതിൻ്റെ ഉത്തരമായി കഴിഞ്ഞ മാസം, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ വർഷം എന്നിങ്ങനെയുള്ള ഉത്തരങ്ങൾ നമുക്ക് കണക്കാക്കാം. സംസ്കൃതോത്സവഃ കഥാ ആസീത്. സംസ്കൃതോത്സവം എപ്പോഴായിരുന്നു എന്നുള്ള ഈ ചോദ്യത്തിൽ നിന്ന് സംസ്കൃതോത്സവം കഴിഞ്ഞ ആഴ്ചയായിരുന്നു അല്ലെങ്കിൽ സംസ്കൃതോത്സവം കഴിഞ്ഞ മാസമായിരുന്നു എന്നുള്ള ആഴ്ചയെയും മാസത്തിനെയും കുറിക്കുന്നു ഈ ചോദ്യം. കുതഃ എവിടെ നിന്ന്. ഭവാൻ കുതഃ ആഗച്ഛതി, അതായത് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു. ഇതിൽ നിന്നും അഹം ഗ്രാമാത് ആഗച്ഛാമി, ഞാൻ ഗ്രാമത്തിൽ നിന്ന് വരുന്നു. അല്ലെങ്കിൽ അഹം മന്ദിരാത് ആഗച്ഛാമി, ഞാൻ അമ്പലത്തിൽ നിന്ന് വരുന്നു എന്നിങ്ങനെ പല വിധത്തിൽ അർത്ഥമാക്കാം. അതുപോലെ തന്നെ അഹം ഇതഃ ആഗച്ഛാമി, ഞാൻ ഇവിടെ നിന്ന് വരുന്നു. അഹം തതഃ ആഗച്ഛാമി, ഞാൻ അവിടെ നിന്ന് വരുന്നു എന്നുകൂടി അർത്ഥമാക്കാം. ഫലം കുതഃ പതതി, അതായത് ഫലം എവിടെ നിന്ന് വീഴുന്നു എന്നീ ചോദ്യത്തിൽ നിന്നും ഫലം വൃക്ഷാത് പതതി, ഫലം വൃക്ഷത്തിൽ നിന്ന് പതിക്കുന്നു എന്നുള്ള അർത്ഥത്തിലേക്ക് പോകാം. അതുപോലെ തന്നെ ഫലം ഹസ്താത് പതതി, അതായത് ഫലം കയ്യിൽ നിന്നു വീഴുന്നു. ഫലം സ്ഥാലികാത് പതതി, അതായത് ഫലം പാത്രത്തിൽ നിന്ന് വീഴുന്നു എന്നിങ്ങനെ കൂടി അർത്ഥമാക്കാം. സൂര്യഃ കുതഃ ആയാതി, അതായത് സൂര്യൻ എവിടെ നിന്ന് വരുന്നു.
ഇവിടെ സൂര്യ പൂർവദിശിത ആയാതി അഥവാ സൂര്യ പൂർവദിശാദായാതി എന്നിങ്ങനെ പറയാം. അതായത് സൂര്യൻ കിഴക്കു ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത്. കോകിലസ്വര കുതഃ ആഗച്ഛതി, അതായത് കുയിൽ നാദം എവിടെ നിന്നാണ് വരുന്നത്. ഇവിടെ കോകിലസ്വര വൃക്ഷാദാഗച്ഛതി, അതായത് കോകിലനാദം വൃക്ഷത്തിൽ നിന്ന് വരുന്നു. കോകിലസ്വര വനാദാഗച്ഛതി, കോകിലനാദം വനത്തിൽ നിന്ന് വരുന്നു. കോകിലസ്വര ഇതഃ ആഗച്ഛതി, കോകിലനാദം ഇവിടെ നിന്ന് വരുന്നു. കോകിലസ്വര തതഃ ആഗച്ഛതി, കോകിലനാദം അവിടെ നിന്ന് വരുന്നു എന്നിങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ പറയാം. ജലം കുതഃ പതതി, അതായത് ജലം എവിടെ നിന്ന് വീഴുന്നു. ഇവിടെ ജലം പാത്രാത് പതതി എന്നതിൽ നിന്നും ജലം പാത്രത്തിൽ നിന്ന് വീഴുന്നു എന്നും, ജലം ഉപരിതഃ പതതി എന്നതിൽ നിന്നും ജലം മുകളിൽ നിന്ന് വീഴുന്നു എന്നും അർത്ഥമാക്കാം. ഇങ്ങനെ ദിശയെയോ ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ ഉറവിടത്തെയോ കാണിക്കുന്നു കുതഃ എന്ന ചോദ്യവാചകം.